അശ്വിൻ പാലാഴി ഒരിക്കൽ കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ, ഈ പരാതികൾ ഉയർന്നതിന് പിന്നാലെ ഔദ്യോഗികമായ പരാതി മുഖ്യമന്ത്രിക്ക് മുമ്പിലേക്ക് DGPക്ക് മുമ്പിലേക്ക് എത്തിയതിന് പിന്നാലെ ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം പാർട്ടിക്കകത്ത് നിന്നുണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പിന്നീട് കോൺഗ്രസ് കടുത്ത നിലപാടിലേക്ക് കടക്കുന്നത് നമ്മൾ കണ്ടു. ആദ്യം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതും പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതും കണ്ടു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് വന്നാലും അതിൽ മറുപടി പറയേണ്ട ബാധ്യത കോൺഗ്രസ് നേതാക്കൾക്കില്ല എന്ന് നേതാക്കൾ ആവർത്തിക്കുന്നത് കണ്ടു. ഇന്ന് ഈ പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലും കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് അതല്ലേ? അതിനിടയിലും കോൺഗ്രസിലേക്ക് വിമർശനത്തിന്റെ മുന ഡിവൈഎഫ്ഐയും യുവമോർച്ചയും ഒക്കെ ഉയർത്തുന്നുണ്ട്. ഇന്ന് വഴിനീള പ്രതിഷേധങ്ങളും ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെയും കണ്ടു. അശ്വിൻ പാലാഴി. തീർച്ചയായും ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നത് ഉണ്ടായത് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന കാലയളവിലാണ് എന്നുള്ളതാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നത്. പക്ഷേ രാഹുലിനെതിരെ രണ്ടാം പരാതി ഉയർന്നു വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഏറെ വൈകിയാണെങ്കിൽ പോലും ഒരു നടപടി സ്വീകരിക്കാൻ പാർട്ടി തയ്യാറായി. പുറത്താക്കുന്നു, അങ്ങനെയുള്ള കടുത്ത നടപടികളിലേക്ക് പാർട്ടി കടക്കുകയും ചെയ്തതാണ്. പക്ഷേ മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ അറസ്റ്റിലാകുമ്പോൾ ആ ഒരു ന്യായീകരണം കോൺഗ്രസ് നേതാക്കൾക്ക് നിരത്താനാകുന്നുണ്ട്. അതായത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളല്ലോ, ഞങ്ങൾ നടപടി സ്വീകരിച്ചതാണല്ലോ എന്ന ഇത്രയും നാൾ തുടർന്ന് വന്ന ആ ഒരു വാദം ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ തുടരുകയാണ്. ഇന്ന് രാവിലെ KC വേണുഗോപാലിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാൻ ശ്രമിച്ചപ്പോൾ അതിൽ പ്രതികരിക്കാനില്ല, ഞങ്ങളുടെ MLA അല്ല, ഞങ്ങളുടെ പാർട്ടി അംഗമല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അങ്ങനെ പ്രതികരണം വന്ന കോൺഗ്രസ് നേതാക്കളടക്കം അതേ രീതിയിലുള്ള മറുപടിയാണ് നൽകുന്നത്. എന്തായാലും ആ രാഹുലിനെ പുറത്താക്കിയതോടെ കോൺഗ്രസ് കൂടുതൽ സേഫായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്തരത്തിൽ നിരവധി പരാതികൾ വരും എന്നുള്ളൊരു ബോധ്യം സംസ്ഥാന നേതൃത്വത്തിനടക്കം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അത്തരത്തിൽ നടപടികളിലേക്ക് പാർട്ടി പോയത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്തായാലും നിലവിൽ രാഹുൽ പാർട്ടിയുടെ ഭാഗമല്ല എന്ന ന്യായീകരണം കോൺഗ്രസ് നേതാക്കൾക്ക് നിരത്താനാകുന്നുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഈ പരാതിയും അറസ്റ്റുമെല്ലാം വലിയ പ്രതിഷേധത്തിന്റെ കോളിളക്കം തന്നെയാണ് സംസ്ഥാനത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ യുവജന സംഘടനകൾ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങി. നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടവുമായി എത്തിയ വാഹനം തടഞ്ഞുകൊണ്ട് DYFI പ്രവർത്തകർ നടത്തിയ വലിയ പ്രതിഷേധമാണ്. അത് രാവിലെ മുതൽ തന്നെ, ഈ അറസ്റ്റ് ഉണ്ടായതിന് പിന്നാലെ തന്നെ പാലക്കാട് മുതൽ പലയിടങ്ങളിൽ നമ്മൾ ആ പ്രതിഷേധം കാണുകയും ചെയ്തതാണ്. എന്തായാലും അത് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാക്കിയ കോളിളക്കം ചെറുതല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനാകും. വരുന്ന തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അടക്കം കോൺഗ്രസിനെ വേട്ടയാടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടം വിഷയമായിരിക്കും. എന്തൊക്കെ നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പോലും തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ അത് വേട്ടയാടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുവരെ ഉണ്ടായിരിക്കുന്ന 3 പരാതികൾ, ഈ 3 പരാതികളിലും സമാന സംഭവങ്ങൾ തന്നെയാണ് നടന്നിരിക്കുന്നത്. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നു, പിന്നീട് ഗർഭം ധരിക്കാൻ നിർബന്ധിക്കുന്നു, അത് ഗർഭം ധരിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളതൊക്കെ ഈ 3 കേസുകളിലും സമാനമായി കണ്ടിട്ടുള്ള സംഭവമാണ്. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന പരാതിയിലും വിവാഹബന്ധത്തിൽ ഉലച്ചിലുണ്ടായപ്പോൾ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ വിളിച്ചു വരുത്തുന്നു, പിന്നീട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അവിടെ നിന്ന് ഗർഭം ധരിക്കാൻ നിർബന്ധിക്കുന്നു. അത് ഈ ബന്ധം കൂടുതൽ ആഴത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു തന്ത്രം രാഹുൽ ഈ പെൺകുട്ടിയുമായി ഈ 3 ഇടങ്ങളിലും പറഞ്ഞത്. അങ്ങനെ ഗർഭം ധരിക്കുമ്പോൾ ആ ഗർഭത്തിലൊരു സംശയം രാഹുൽ പ്രകടിപ്പിക്കുന്നത് ആ മറ്റാരുടെയോ ഗർഭമാണ് എന്ന് പറഞ്ഞ് തലസിപ്പിക്കാൻ നിർബന്ധിക്കുന്നു. അങ്ങനെ അവിടെ യുവതി കാണിച്ച ഒരു ബുദ്ധിയുണ്ട്. അത് ഈ DNA പരിശോധനയ്ക്ക് അന്ന് തന്നെ രാഹുലിനെ സമീപിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതിന് രാഹുൽ തയ്യാറായില്ല എന്നുള്ളതാണ് പരാതിയിലടക്കം പറയുന്നത്. പിന്നീട് അന്ന് ഇപ്പോഴും ആ DNA പരിശോധന നടത്താനിരിക്കുകയാണ്. ആ പരിശോധനയിൽ അത് രാഹുലിൻ്റെതാണ് എന്ന് തെളിഞ്ഞാൽ അതീവ ഗുരുതരമായ കുറ്റകൃത്യമാകും. രാഹുലിന് ഇപ്പോൾ കാണിക്കുന്ന ആത്മവിശ്വാസവും വെല്ലുവിളിയുമൊക്കെ മാറ്റിവെച്ച് നിയമത്തിൻ്റെ വഴിയെ നടക്കേണ്ടി വരും. നിലവിൽ എന്തായാലും ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതിനു ശേഷം രാഹുൽ നടത്തിയ വെല്ലുവിളി അത് അന്വേഷണ ഉദ്യോഗസ്ഥരോടായിരുന്നു. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും ജയിക്കാൻ കെൽപ്പുള്ളവനാണ് താൻ എന്ന് അന്വേഷണ സംഘത്തോട് പറയുകയാണ്. അതായത് അതൊരു വെല്ലുവിളി കൂടി. ഞാൻ ഇനിയും ജനപ്രതിനിധിയായി വരും, അന്ന് എന്താണ് സംഭവിക്കുക, അതായത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരാണ് പറയുന്നത്. അപ്പോൾ അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭീഷണി കൂടിയുണ്ട്. എന്തായാലും ഇത്രയുമൊക്കെ ഉണ്ടായിട്ടും ആത്മവിശ്വാസത്തിൽ ഒരു കോട്ടം പോലും സംഭവിക്കാതെ അന്വേഷണ സംഘത്തിനൊപ്പം ജയിലിലേക്ക് കടന്നു പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ദൃശ്യങ്ങളിൽ കാണാനാകും. പക്ഷേ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം തെല്ലും കുറഞ്ഞിട്ടുണ്ട്. മുഖത്ത് അല്പം ആശങ്കയുണ്ട്, അല്പം സങ്കടമുണ്ട്, അല്പം ഒരു പേടി തട്ടിയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും. എന്തായാലും ഇപ്പോൾ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലെ സെല്ലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റിയിട്ടുണ്ട്. പ്രതിഷേധങ്ങളുടെ എല്ലാം അപ്പുറത്തേക്ക് ഇതിന്റെ ജയിലിന്റെ കവാടം തുറന്ന് അകത്തേക്ക് വാഹനം കയറ്റിയാണ് രാഹുലിനെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കാൻ പോലും പോലീസ് തയ്യാറായത്. അവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിലവിൽ സ്പെഷ്യൽ സബ് ജയിലിലെ സെല്ലിലേക്ക് രാഹുലിനെ മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ ഒരു തടവുകാരനായി ഇപ്പോൾ തന്നെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും 14 ദിവസമാണ് റിമാൻഡ് കാലാവധി. അതിനുള്ളിൽ രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പടക്കം നടത്തേണ്ടതുണ്ട് എന്ന് പോലീസ് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാൻ
നൽകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അങ്ങനെ കസ്റ്റഡിയിലെടുത്താൽ ഈ പീഡനം നടന്നുവെന്ന് പറയുന്ന തിരുവല്ലയിലെ ഹോട്ടലിൽ അടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഇന്ന് കണ്ട അത്രയും വലിയ പ്രതിഷേധം കേരളം കാണേണ്ടി വരും എന്നുള്ളതും സംശയമില്ലാത്ത കാര്യമാണ്. എന്തായാലും ഇനി സുപ്രധാനമായിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. കസ്റ്റഡിയിലെടുത്ത് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ വഴിനീളെ ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെയും പ്രതിഷേധങ്ങൾ കണ്ടു. കോടതിക്ക് മുമ്പിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം കണ്ടു. അങ്ങനെ അതിരൂക്ഷ വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുമാണ് നിലവിൽ വിദേശത്തുള്ള യുവതിയുടെ മൊഴി. ഈ യുവതി തന്നെ ഒരു ഘട്ടത്തിൽ താൻ വഞ്ചിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിർണായകമായ തെളിവുകൾ ശേഖരിച്ചു വെച്ചിരുന്നു. അത് ഈ പരാതിക്കൊപ്പം അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നു എന്നത് പ്രധാനമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ DNA പരിശോധനയ്ക്കുള്ള നടപടികൾ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട് എന്നത് ഈ കേസുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ, ഈ കേസ് ശാസ്ത്രീയമായി തെളിയിക്കുന്ന ഘട്ടത്തിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. എന്തായാലും 14 ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഷിജോ കുര്യൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിജോ, ഈ വിവാദങ്ങൾ ഉടലെടുക്കുന്ന ഘട്ടം മുതൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഘട്ടത്തിലൊക്കെ തികഞ്ഞ ആത്മവിശ്വാസം, വലിയൊരു ആത്മവിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകളിലുണ്ടായിരുന്നു, ശരീരഭാഷയിലുണ്ടായിരുന്നു. പല ഘട്ടത്തിലും ഇനി പരാതികൾ ഉയർന്നു വരില്ല എന്ന തരത്തിൽ രാഹുൽ പ്രതികരിക്കുന്നത് കണ്ടു. പക്ഷേ പരാതികൾ തുടർച്ചയായി വന്നത് ഔദ്യോഗികമായി തന്നെ പരാതികളായി വരുന്നത് നമ്മൾ കണ്ടു. അതിൽ ഗുരുതര സ്വഭാവത്തിലുള്ള പരാമർശങ്ങൾ ഇടം പിടിക്കുന്നത് കണ്ടു. അപ്പോഴും ഹൂ കെയർസ് എന്നും കോടതിയെ ബോധ്യപ്പെടുത്താമെന്നുമൊക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ശരീരഭാഷയിൽ ആ ആത്മവിശ്വാസം ചോർന്നു പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണോ കാണുന്നത്, ഷിജോ? കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് പരിശോധിക്കേണ്ടിയും വിലയിരുത്തേണ്ടിയും വരും. ആദ്യ പരാതി വരുന്നു. ആദ്യ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ആർക്കാണ് പരാതി, എവിടെയാണ് പരാതി നൽകിയത് എന്ന് വളരെ ലാഘവത്തോടുകൂടി ഇതൊന്നും തന്നെ ബാധിക്കില്ല, ആർക്കാണ് ഭയം, എന്തിനു ഭയക്കണം എന്നുള്ള ശരീരഭാഷയിൽ മറുപടി പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെയാണ് കണ്ടത്. അപ്പോൾ പരാതിയൊന്നുമില്ലാതെ നിങ്ങൾ വാർത്താമാധ്യമങ്ങൾ ഇത്തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ പടച്ചുവിടുന്നു എന്നുള്ള മറുപടി പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്ന രാഹുലിനെയാണ് കണ്ടത്. പിന്നീട് ആ ആദ്യം ഉയർന്നു വന്ന പരാതിക്ക് സമാനമായിട്ട് മറ്റൊരു രണ്ടാമത്തെ പരാതിയും വരുന്നു. അതിനകത്ത് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു, നോട്ട് ടു അറസ്റ്റ് ഉണ്ടാകുന്നു. അങ്ങനെ അത്തരത്തിൽ വലിയ കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കഴിഞ്ഞ ദിവസം വരെയും ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ രാത്രി 12 മണിയോടുകൂടി SITയുടെ അന്വേഷണം, SITയുടെ അതിതന്ത്രപരമായ നീക്കം രാഹുലിനെ കൊടുക്കുകയാണ് ചെയ്തത്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു യുവതിക്ക് പറ്റിപ്പോയ അബദ്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കൃത്യത്തിനകത്ത് കുടുങ്ങിയ അതിജീവിതയെക്കുറിച്ച് പറയാം. അബദ്ധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു മെസ്സേജ് അവരുടെ ഫോണിൽ നിന്ന് പോകുന്നു. മറ്റൊരു രാഹുലിന് അയക്കുന്ന ഒരു മെസ്സേജ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണിലേക്കാണ് പോകുന്നത്. അത് ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്യുന്നു. പിന്നീട് ഇതൊരു പെൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിരന്തരം ആ പെൺകുട്ടിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് അവരോട് സൗഹൃദം സ്ഥാപിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ആ പെൺകുട്ടി, ആ യുവതി വിവാഹിതയായിരുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ യുവതിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതിനെ മുതലെടുത്തുകൊണ്ടാണ് ആ യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രൂരമായിട്ട്, ബ്രൂട്ടലായിട്ട് പീഡനത്തിന് വിധേയമാക്കിയത്. ലൈംഗിക വൈകൃതത്തോടു കൂടിയുള്ള സ്വഭാവത്തോടു കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ യുവതിയെ ക്രൂര പീഡനത്തിന് ഇരയാക്കിയത്. നമ്മൾ പോലീസ് തയ്യാറാക്കിയ FIRലും റിമാൻഡ് റിപ്പോർട്ടിലും ഒക്കെ കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങേയറ്റം ഒരു വിഷമവും, ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് തന്നെ തോന്നുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് പൊതുസമൂഹമായിട്ട് പങ്കുവെക്കാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ജനപ്രതിനിധിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഒരാളോട് ഒരു ആരാധന അല്ലെങ്കിൽ ഒരു ഇഷ്ടം, അത് മറ്റൊന്നും ആയിരുന്നില്ല, ഒരു ജനപ്രതിനിധിയല്ലേ, അങ്ങനെ തോന്നുന്നു. ആ ഇഷ്ടത്തെയാണ്, ഒരു പെൺകുട്ടിയുടെ അങ്ങനത്തെ ഒരു ഇഷ്ടത്തെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ലൈംഗിക വൈകൃതത്തിന് വേണ്ടി മുതലാക്കിയെടുത്തത്. എന്തായാലും അതിനകത്ത് രാഹുൽ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല താഴത്തെ 2 പരാതിയും പോലെ താൻ അങ്ങ് ഇതിൽ നിന്നും ഊരിപ്പോകും, ആർക്കാണ് പരാതി, എവിടെയാണ് പരാതി, എങ്ങനെ ഇത് തെളിയിക്കുമെന്നൊക്കെ ചോദിച്ചിരുന്നു. എന്നാൽ ഈ 3ാമത്തെ പരാതിയിൽ ഈ പെൺകുട്ടി, ഈ യുവതി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട്, ഈ പീഡനം നടന്ന സ്ഥലം എവിടെ വെച്ച് നടന്നു, എങ്ങനെ നടന്നു, എവിടെ ആ സ്ഥലത്തേക്ക് എത്തപ്പെട്ടു, അന്ന് എന്തൊക്കെ സംസാരിച്ചു, അതിന്റെ തെളിവുകൾ, ഇട്ട വസ്ത്രമടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് നടന്ന കാര്യങ്ങൾ എല്ലാം വളരെ കൃത്യമായിട്ട് ഒരു കുടുക്കയ്ക്കകത്ത് ഒരു കുഞ്ഞുകുട്ടി പൈസ ഇട്ട് സൂക്ഷിക്കുന്നത് പോലെ താൻ ഒരിക്കൽ ചതിക്കപ്പെടും, തനിക്ക് ഇതൊക്കെ ആവശ്യമായി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചു. അത് കൃത്യമായിട്ട് സമയമായപ്പോൾ ആ പെൺകുട്ടി പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLAക്ക് ജയിലിലേക്കുള്ള വഴി തുറന്നത്. വെറും 31 വയസ്സ് മാത്രമുള്ള ആ പെൺകുട്ടി കൃത്യമായിട്ട് എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന് മുമ്പാകെ നൽകിയിട്ടുണ്ട്. വീഡിയോ കോളിലൂടെ ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. ഇനി അതിന്റെ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തണം. അതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരും. രാഹുലിന് അത്ര പെട്ടെന്ന് ഈ കേസിൽ നിന്ന് ഊരിപ്പോകാൻ കഴിയില്ല. നിലവിൽ എന്തായാലും SITക്ക് ശേഖരിക്കാൻ കഴിയുന്ന, കണ്ടെത്താൻ കഴിയുന്ന എല്ലാ തെളിവുകളും
SIT ശേഖരിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് സാഹചര്യ തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ, രാഹുലിന്റെ ഫോണിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കണം. ഈ കൃത്യം, അതായത് ഈ സംഭവം നടന്ന സ്ഥലത്ത് പോയുള്ള വിവരങ്ങൾ ശേഖരിക്കണം. അതോടുകൂടി രാഹുലിന് കുരുക്ക് കൂടുതൽ മുറുകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പെൺകുട്ടിയെ അങ്ങേയറ്റം ബ്രൂട്ടലായിട്ട് തന്നെയാണ്, നമുക്ക് ഈ ബ്രൂട്ടാലിറ്റി എന്ന് പറയുമ്പോൾ അതിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക്, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് അതിനെ ഒരു വിപുലീകരിക്കാൻ കഴിയുമോ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരു പീഡനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ അതിജീവിതയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിലേക്കുള്ള വഴി. ക്രൂരമായ ലൈംഗിക വേട്ടയാണ് ഉണ്ടായത് എന്നാണ് FIR-ൽ പരാമർശിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരം കുറ്റവാളിയാണ് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് വന്ന പരാതികളിലുമൊക്കെ ഒരു സമാന സ്വഭാവവും, രാഹുലിന്റെ ഈ കുറ്റകൃത്യത്തിന് ഒരു സമാന സ്വഭാവവും നമുക്ക് കാണാനും കഴിയും. എന്തായാലും നിർണായക തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നു. അതിൽ തന്നെ പ്രധാനം ശാസ്ത്രീയ തെളിവുകളാണ്. DNA പരിശോധനാ ഫലം നിർണായകമായി മാറും. ഫോണിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം ഈ മൂന്നാം പരാതി നൽകിയ പരാതിക്കാരി, അവർ അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്ന വിവരങ്ങളാണ്. നഗ്ന ദൃശ്യങ്ങൾ പകർത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പരാതിയിലുണ്ട്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് പരാതിക്കാരി നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. കസ്റ്റഡിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. അതിനുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.